നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 700th day. Today 19th sloka of Pradhamaskandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 700ാമത്തെ ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 19ാമത്തെ ശ്ലോകം. രൂപം ഭഗവതോ യത്തൻ മനഃകാന്തം ശുചാപഹം, അപശ്യൻ സഹസോത്തത്തെ വൈക്ലഭ്യാ ദുർമന ഇവ. ഓം തത്സത്. രൂപം ഭഗവതോ യത്തൻ മനഃകാന്തം ശുചാപഹം, അപശ്യൻ സഹസോത്തസ്തേ വൈക്ലഭ്യാ ദുർമന ഇവ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് രൂപം ഭഗവത യത് മനഃകാന്തം ശുചാപഹം, അപശ്യൻ അപശ്യൻ സഹസോത്തസ്തേ സഹസ ഉത്തസ്തേ. അങ്ങനെയാണ് സഹസോത്തസ്തേ പദം പിരിക്കേണ്ടത്. സഹസ ഉത്തസ്തേ ഉരതസ്തേ വൈക്ലഭ്യ ദുർമന ഇവ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. രൂപം യത് രൂപം യാതൊരു രൂപത്തെ, മനഃകാന്തം ആകർഷിക്കുന്നതും, ശുചാപകം ശോചത്തെ നശിപ്പിക്കുന്ന ദുഃഖത്തെ ഇല്ലാതാക്കുന്നതും, ഭഗവത ഭഗവാന്റെ, അതായത് ഭഗവാന്റെ ഏതൊരു രൂപം മനസ്സിനെ ആകർഷിക്കുന്നതും ശോകത്തെ നശിപ്പിക്കുന്നതും ആയിട്ട്, അപശ്യൻ കാണാത്തവനായിട്ട്, വൈക്ലഭ്യാത് വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ കഷ്ടം ഹേതുവായിട്ട്, ദുർമന ഇവ. ദുർമന ഇവ എന്ന് പറഞ്ഞാൽ മനസ്സന്തോഷം ഇല്ലാത്തവൻ എന്ന പോലെ, മനസ്സിന് സന്തോഷമില്ലാത്തതിനെയാണ് ദുർമന ഇവ, ഇല്ലാത്തതുപോലെ. സഹസ ഉടനെ, ഉത്തസ്തേ ഉത്ഥാനം ചെയ്തു. അതായത് മനസ്സിനെ ഭഗവാന്റെ രൂപം നാരദരുടെ മനസ്സിൽ വളരെ നന്നായി തെളിഞ്ഞു കണ്ടു. ധ്യാനത്തിലിരുന്ന നാരദരുടെ മനസ്സിൽ ഭഗവത് രൂപം തെളിഞ്ഞ് സന്തോഷത്തിൽ മുഴുകിയിരിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപവും താനും ഒന്നും തന്നെ ഇല്ലാതായി മനസ്സ് ശൂന്യമായി. കഴിഞ്ഞ ശ്ലോകത്തിൽ അതാണ് പറഞ്ഞത്. അങ്ങനെ ആയപ്പോൾ പെട്ടെന്ന് ആ ഭഗവാന്റെ ആ രൂപം, തൻ്റെ ഉള്ളിൽ ശോഭിച്ചുകൊണ്ടിരുന്ന ആ ഭഗവത് രൂപം കാണാതെ ആയപ്പോൾ, എങ്ങനെയുള്ള രൂപം എന്നാണ് പറയുന്നത്, മനസ്സിനെ ആകർഷിക്കുന്നതും എല്ലാവിധ ശോകത്തെയും നശിപ്പിക്കുന്നതുമായിട്ടുള്ള ആ അതിമനോഹരമായിട്ടുള്ള ആ ഭഗവത് സ്വരൂപത്തെ കാണാതായപ്പോൾ മനസ്സിന് വിഷമമുണ്ടായി, വൈക്ലഭ്യമുണ്ടായി. വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ വിഷമം, സങ്കടം ഉണ്ടായി. ആ സങ്കടത്തിൽ വല്ലാത്ത മോഹത്തിൽ അകപ്പെട്ട് വല്ലാതെ മനസ്സന്തോഷമില്ലാത്തവനായിട്ട് വിഷമിച്ചു, ദുർമന വിഷമിച്ചു. പക്ഷേ അപ്പോൾ തന്നെ ആ ധ്യാനത്തിൻ്റെ ഹേതുവായിട്ട് സഹസ ഉടനെ ഉത്ഥാനം ചെയ്തു. ഉത്തസ്തേ ഉത്ഥാനം ചെയ്തു എന്ന് പറഞ്ഞാൽ ബോധോദയമുണ്ടായി. ആ ഭഗവത് സ്വരൂപത്തെ കാണാതാനായിട്ട് ഒരു നിമിഷത്തിൽ വല്ലാതെ വിഷമിച്ചു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അദ്ദേഹത്തിന് ആ ഭഗവത് രൂപത്തെ കാണാതായിട്ടുള്ള ആ വിഷമത്തിൽ നിന്നും ഒരു ഉയർച്ച നേടി, ഒരു ബോധം വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
അതായത് ധ്യാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ധ്യാനത്തിൽ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഭഗവത് രൂപത്തെയും തൻ്റെ ശരീരത്തെയും തന്നെ കാണാത്ത ആ ഒരു ധ്യാന നിലയിൽ ആ ഭഗവത് രൂപം പെട്ടെന്ന് അപ്രത്യക്ഷമായി. അങ്ങനെ അപ്രത്യക്ഷമായപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം ഉണ്ടാവുകയും ആ ദുഃഖം കൊണ്ട് ധ്യാനത്തിൽ നിന്നും ബോധം തെളിയുകയും ചെയ്തു. ബോധം അതുവരെ ധ്യാന നിലയിൽ ഒന്നും അറിയാത്ത സ്ഥിതിയിലുണ്ടായിരുന്ന നാരദർ ആ ഭഗവത് രൂപം മറഞ്ഞ ഉടനെ ബോധം വന്നവനായിത്തീർന്നു. ദുഃഖത്തോടുകൂടി മനസ്സിന് വൈക്ലഭ്യമുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. രൂപം ഭഗവതോ യത്തൻ മനഃകാന്തം ശുചാപഹം അപശ്യൻ സഹസോത്തസ്തേ വൈക്ലഭ്യാ ദുർമന ഇവ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവത് രൂപം കാണാതായപ്പോൾ പെട്ടെന്ന് ഉണർന്നു, ആ ബോധത്തിലേക്ക് വന്നു സങ്കടത്തോടുകൂടി. ഓം. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സ്വരൂപം സമീപം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ലോക. ഓം തത്സത്.